ഫിസിക്കലി അങ്ങനെ അതിനു വേണ്ടി പ്രത്യേകം ചെയ്യില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ ഞങ്ങൾക്കൊക്കെ ട്രെയിനിങ് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ ആക്ഷൻ കൊറിയോഗ്രഫി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും എന്താ പറയുക ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ഉള്ളൊരു സാധനം. അതല്ലാണ്ട് അങ്ങനെ പിന്നെ ഒബ്വിയസ്ലി അയാളുടെ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യും. പക്ഷെ അതല്ലാണ്ട് അങ്ങനെ ഇതിനു വേണ്ടി ജിമ്മിൽ പോയി മസിൽ ഉണ്ടാക്കുകയൊന്നും ചെയ്തില്ല. അതിപ്പോൾ വേറെ പടത്തിന് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ ഇത് ചെയ്യേണ്ടി വന്നില്ല താങ്ക്ഫുള്ളി. അപ്പോൾ പുതിയ ആളുകളുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുള്ളൂ. ആക്ഷനിലാണെങ്കിലും പുതിയ ആളുകളുമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടോ? അല്ല അടിയുമാണെങ്കിലും അടി കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു കൊടുക്കൽ വാങ്ങലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഇതിനു വേണ്ടിയുള്ള പ്രത്യേകിച്ച് ഉള്ള ആക്ഷൻ കൊറിയോഗ്രഫി റിഹേഴ്സൽസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ റിയൽ ലൈഫ് ഷൂട്ടിലോട്ട് വന്നപ്പം അതൊക്കെ കാറ്റ് പറത്തിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ടാണ് അവർ നമുക്ക് പണി തന്നുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഫൈറ്റ് കൊറിയോഗ്രഫി എന്നോ ആൾക്കാർ എടുത്ത് പറയുമ്പോൾ പ്രത്യേകിച്ചും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കൊരു മോൺസ്റ്റർ ഫൈറ്റും അതുപോലെ തന്നെ ക്ലൈമാക്സിലേക്ക് വരുന്ന ഒരു ഫൈറ്റ് സീക്വൻസുകളൊക്കെ വളരെ ഇമ്പാക്ട്ഫുൾ ആകാനായിട്ടുള്ള വേറൊരു റീസൺ ഓഫ് കോഴ്സ് അത് നല്ലൊരു ഫൈറ്റ് കൊറിയോഗ്രഫി എന്നതിനേക്കാൾ ഉപരി അതിനൊരു ഇമോഷണൽ ബാക്കിംഗ് കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇത് വേറൊരു തരത്തിൽ ആൾക്കാരിലേക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് ആ ഓരോ ഇടിക്കും അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ആ ഒരു ഫീൽ കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ആ ഇമോഷണൽ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. അത് തീർച്ചയായിട്ടും ഉടനീളം ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഇപ്പം ശരിക്കും ഈ രണ്ട് സൈഡുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ആന്റഗോണിസ്റ്റിന്റെ സൈഡ് അല്ലെങ്കിൽ പ്രോട്ടഗോണിസ്റ്റിന്റെ സൈഡ് നോക്കുകയാണെങ്കിലും ഇവരിൽ ആരുടെ ഭാഗത്താണ് 100% ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കില്ല. ചില സമയത്ത് നമുക്ക് ഹരിശങ്കറിനോട് ഇയാൾ ചെയ്തത് തെറ്റല്ലേ എന്ന് തോന്നിപ്പോകാം. ചില സമയത്ത് മറ്റു ഈ വൈശാഖിന്റെ അവരുടെയും ചെയ്തികളിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചില ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല എന്നുള്ളൊരു സംശയം നമുക്ക് ഉണ്ടാവാം. അപ്പൊ അത് മാനുഷികമാണ്. കാരണം എല്ലാവരും 100% ക്ലീൻ അല്ല അല്ലെങ്കിൽ ശരിയല്ല അല്ലെങ്കിൽ തെറ്റല്ല എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ പാത്ര സൃഷ്ടിയും അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളും പ്രവർത്തിക്കും എല്ലാം കൊണ്ടുപോയിരിക്കുന്നത്. അതിപ്പം പോലീസുകാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം 100% നിയമാനുസൃതമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ കാണുമ്പോൾ നമുക്ക് അതിനുള്ള ഉത്തരം ലഭിക്കും, എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അപ്പൊ അത് തന്നെയാണ് ഈ സിനിമയെ ആൾക്കാരിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ആക്ഷൻ കൊറിയോഗ്രഫി ആണെങ്കിലും അല്ലെങ്കിൽ ഇമോഷൻസ് ആണെങ്കിലും എല്ലാവർക്കും മനസ്സിലാവും ഇത് ഒരു സാധാരണക്കാരന് പറ്റാവുന്ന അല്ലെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇമോഷണലി ട്രെയിൻ ആയിട്ടിരിക്കുന്ന ഒരാൾ സ്വന്തം പേഴ്സണൽ ലൈഫിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ എങ്ങനെ ചാർജ്ഡ് അപ്പ് ആവും അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള അല്ലെങ്കിൽ പ്രതികരിക്കാനായിട്ടുള്ള ശക്തി ആർജവം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് ആ പാത്ര സൃഷ്ടിയിൽ നിന്നും അല്ലെങ്കിൽ അയാളുടെ ഇമോഷണൽ ബാക്കിങ്ങിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമയുടെ പ്രത്യേകിച്ച് ഒരു ആക്ഷൻ കൊറിയോഗ്രഫിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇമോഷണൽ സപ്പോർട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മലയാള സിനിമ ശരിക്കും ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ ഡെയറിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ സ്പീക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ട്രൈ ഔട്ട് ചെയ്യുന്ന ധൈര്യമുള്ള ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. അത് തന്നെയാണ് ഏറ്റവും നല്ല സിനിമകൾ. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സിനിമകൾ ക്വാളിറ്റി വൈസ് നമുക്ക് സിനിമാ ലോകത്തിൽ കൊടുക്കാൻ സാധിക്കും. അതിപ്പം മലയാളത്തിൽ നിന്നല്ല മറ്റു ഭാഷകളിൽ നിന്ന് പോലും ആൾക്കാർ ഇപ്പോൾ ഉറ്റുനോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അക്സെപ്റ്റൻസ് ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നും കൂടി ലഭിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ അത് അതേ രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ച് അതേ രീതിയിൽ ആൾക്കാർ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഇതേപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ സംഭവിക്കുകയും ഇങ്ങനത്തെ വിഷയങ്ങൾ ഇത്ര ആധികാരികമായിട്ട് അല്ലെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പം അതിന് ക്വാളിറ്റിയെ യാതൊരു രീതിയിൽ കോംപ്രമൈസ് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു ടീമും ഒരു പ്രൊഡക്ഷൻ വാല്യൂയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രേക്ഷകർ തിയേറ്ററുകളിലും ചെന്ന് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു തിരിച്ചറിവും ഇങ്ങനത്തെ നല്ല സിനിമകൾ ഇനി മലയാള സിനിമകൾ ഉണ്ടാകുന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അത് മാറുന്ന സാഹചര്യങ്ങളനുസരിച്ച് നമ്മളെല്ലാവരും മാറുന്നുണ്ട്. അതുതന്നെയാണ് ഈ ഓരോ കൊറിയോഗ്രഫി ഇപ്പം മറ്റൊരു സിനിമ കണ്ട ഒരു ഫൈറ്റ് കൊറിയോഗ്രഫി ആയിരിക്കില്ല ചിലപ്പോൾ ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിലും ചിലപ്പോൾ ബെറ്റർ ആയിട്ടുള്ള കൊറിയോഗ്രഫി അടുത്ത സിനിമകളിൽ സംഭവിക്കും. അപ്പോൾ ആൾക്കാർ ആ ഒരു ബെഞ്ച് മാർക്ക് വയ്ക്കുമ്പോഴും അതിൻ്റെ മേളിൽ എങ്ങനെ അടുത്ത സ്കെയിലിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും അതിനുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായിട്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി മലയാള സിനിമ ഇനിയും ഒരു ഗോൾഡൻ ഫേസിലൂടെ തന്നെ കടന്നു പോകും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജോലി ചെയ്യുന്നത് ഈ പേരൻസിന് ഒരു ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ എന്തെങ്കിലും കോള് വന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ
ഈ സിനിമ കണ്ട ഭാവികൾ ഉണ്ടാകാം, ഇനി കാണേണ്ടവരാം, അങ്ങനെ മനസ്സിൽ അങ്ങനെ തോന്നിയ രസകരമായ ഒരു കാര്യം പറയാം. അത് പോട്ടെ, ആ ചോദ്യത്തിന് രണ്ടാമതോടെ ഈ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തെ കാണാറുണ്ട്, ഞങ്ങൾ തമ്മിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഈ സിനിമ കണ്ട് കഴിഞ്ഞാൽ ആദ്യമായി ഓഡിയോ ഇദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ. എനിക്ക് ഏറ്റവും പോസിറ്റീവ് റെസ്പോൺസ് വന്നൊരു കാര്യമാണ്. പിന്നെ ഫാമിലി എന്താ ചോദിച്ചിരുന്നു? അല്ല, ഈ പല മേഖലയിൽ നിന്നുള്ള കുട്ടികൾ ചിലപ്പോൾ എറണാകുളത്ത് വന്ന് പഠിക്കുന്നവർ, ബാംഗ്ലൂർ അങ്ങനെ പഠിക്കുന്ന കുറെ പേരൻസിന് ഇനി ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ അവർക്കൊരു എന്താണ് അവരുടെ മനസ്സിലൊരു ആഴത്തിൽ മനസ്സിലാഴത്തിലല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മക്കളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഇനി യൂത്ത് ആണെങ്കിലും ഇപ്പം ഞാൻ എൻ്റെ മകനോടാണെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഡ്രഗ്സ് ഒഴിച്ചിട്ടുള്ള എന്തും ഓക്കെയാണ്, അതിൻ്റെ ഇഷ്ടങ്ങളാണത്. പക്ഷെ ഈ കാര്യത്തിൽ മാത്രം പോരെന്ന് പറയുന്നത്, കാരണം ഞാൻ പോലീസുകാരെന്നുള്ള രീതിയിൽ പല ജീവിതങ്ങളും പല വീടുകളിലും കയറി ഇറങ്ങിയിട്ടുള്ളതാണ്, പല സാഹചര്യങ്ങളും. അപ്പോൾ അത് ഭയങ്കര നമ്മളെ ബുദ്ധിമുട്ടിക്കും. ഇപ്പം നേരത്തെ ചോദിച്ച ചാക്കോച്ചനോട് ചോദിച്ചൊരു പോയിന്റ് ഉണ്ട്, എന്തുകൊണ്ടാണ് പോലീസുകാരുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കെല്ലാം നമ്മളെല്ലാം ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ട്രോമയുള്ള ആൾക്കാരായിരിക്കും. സെയിം സിറ്റുവേഷൻ ഒരിക്കലും നിങ്ങൾക്കൊക്കെ പറ്റും, നമുക്ക് അവിടെ പോകാതിരിക്കാൻ പറ്റും. ഞങ്ങൾ പോലീസുകാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും ട്രോമയുള്ള സ്ഥലത്താണ് ഡ്യൂട്ടിയുടെ ഭാഗമായി പോയി നിൽക്കേണ്ടി വരും. ഇത് എത്രമാത്രം നമ്മളെ ഡിപ്രസ്ഡ് ആക്കും എന്നുള്ളത് വെളിയിൽ ആർക്കും അറിയില്ല. കാരണം ഞങ്ങൾക്ക് അത് ചെയ്താൽ പറ്റും. ഇപ്പം രക്തം കണ്ടാൽ തലകറങ്ങുന്ന ആളാണ് ഞാൻ, പോലീസ് സത്യമായിട്ട്. പക്ഷേ ഞാൻ എത്രയോ ആക്സിഡന്റ് സീനിൽ നിന്ന് ബോഡി എടുത്തോണ്ട് പോകുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ട്രോമയാണ്. പക്ഷെ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇതാണ് ഇങ്ങനത്തെ ഒരു വിഷയമൊക്കെയാണ് നമ്മുടെ സിനിമയിലും ഏറെക്കുറെ പറഞ്ഞു പോകുന്ന കാര്യം. ഈ ടീമിൽ നിന്നുള്ള ഇതിന്റെ പ്രീവിയസ് മൂവീസ് ഇപ്പം ഇരട്ടയാണെങ്കിലും അതിനൊരു കൊമേഴ്ഷ്യൽ ലെവൽ കുറച്ച് സട്ടിലാണ്. പക്ഷെ ഇത് കൊമേഴ്ഷ്യലി ഭയങ്കര ലൗഡായിട്ടാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ ഹിറ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു പാറ്റേൺ ആ ഒരു ചേഞ്ച് വേണമെന്നില്ല. ഒന്നുമില്ല, എൻ്റെ അടുക്കൽ സംവിധായകൻ പറഞ്ഞത് എനിക്ക് നായാട്ടോ ഇലവേള മുഞ്ചര ഇല വേണ്ട, ജനങ്ങൾ മൊത്തം കാണുന്ന സിനിമ വേണം. ആ രീതിയിൽ കഥ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. ഇതായിരുന്നു എൻ്റെ വാസ്തു. ജഗദീഷ് നേരത്തെ ഇന്റർവ്യൂ പറഞ്ഞിരുന്നു ഇത് മികച്ച സിനിമയാണ്, ഒപ്പം ചാക്കോച്ചന്റെ കരിയർ ബെസ്റ്റ് പ്രകടനവും കാണാം. ഈ ഹരിശങ്കർ എന്ന് പറഞ്ഞ കഥാപാത്രം സ്റ്റിൽ ചാക്കോച്ചന്റെ ശരീരത്തിന് മനസ്സിലൊക്കെ ഉണ്ടോ? ഇതിന് സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കാമോ? ഹരിശങ്കറിന്റെ കഥാപാത്രം അങ്ങനെ ശരീരത്തിൽ മനസ്സിലൊന്നുമില്ല. അത് നമ്മൾ ചെന്ന് നിൽക്കുന്ന ആ ഒരു സാഹചര്യങ്ങളും നമ്മൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൽ നമ്മൾ ആ കഥാപാത്രമായിട്ട് നിർത്തുന്നത്. അതിനുശേഷം നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഹരിശങ്കർ കാണിക്കുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ഭാര്യയോട് കാണിച്ചാൽ മിക്കവാറും ഈ വേദിയിൽ ഞാൻ ഇരിക്കേണ്ടി വരത്തില്ലായിരിക്കും, അല്ലെങ്കിൽ വേറെ ഷേപ്പിലായിരിക്കും ഇരിക്കുക. പക്ഷെ ഓരോ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഒരു ചാലഞ്ച് ക്രിയേറ്റേഴ്സ് നമുക്ക് ഇട്ട് തരുമ്പോൾ അത് ഏറ്റെടുക്കാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ അവസരങ്ങൾ ലഭിക്കുന്നത് ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ എനിക്ക് മാത്രമല്ല ഏതൊരു അഭിനേതാവിനും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ്. അത് എനിക്ക് തോന്നുന്നു ഇപ്പം മലയാളത്തിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അഭിനേതാക്കൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു വസ്തുതയാണ്. പിന്നെ എന്തായിരുന്നു അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ആഗ്രഹമുണ്ട്, ഇല്ലാതില്ല. പക്ഷെ അതിനു മുമ്പ് ഈ പറയുന്ന പോലെ ഇത് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നതനുസരിച്ചുള്ള രീതിയിൽ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരണം എന്നുള്ളത് കൂടെ അറിയിക്കുകയാണ്. കാരണം ഒരു സോഷ്യൽ മെസ്സേജും കൂടെ ഉണ്ട്. അത് പക്ഷെ ഒരു കുറച്ചും കൂടി എന്റർടൈനിങ് ആയിട്ട് എൻഗേജിങ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞു പോയിരിക്കുന്നത്. ഇപ്പം ഇതിൽ മറ്റു കഥാപാത്രങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ പോലും ഇപ്പം ജഗദീഷ് ചേട്ടനെ പറ്റി പറയുന്നത് പോലെ ജഗദീഷ് ചേട്ടനെ നമ്മളറിയാം ഈ കുറച്ച് നാളുകളായിട്ട് വേറൊരു വേർഷൻ ഓഫ് ജഗദീഷ് ചേട്ടൻ, ഒരു റീഇൻവെന്റഡ് ജഗദീഷ് എന്നൊരു ആക്ടറിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ജഗദീഷ് ചേട്ടൻ്റെ ഒരു വളരെ ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇത് കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് സിനിമകളിൽ കുറേയധികം കഥാപാത്രങ്ങൾ, വളരെ രസകരമായിട്ടുള്ള കഥാപാത്രങ്ങളും സിനിമകളുമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഇതുവരെ അങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങനത്തെ രീതിയിൽ ഒരു ഫ്രെയിമിൽ വന്ന് അഭിനയിക്കാത്ത രീതിയിലുള്ള സീക്വൻസുകളും ഡയലോഗുകളും ഒക്കെയാണ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ആക്ടറിന്റെ എവല്യൂഷന്റെ ഭാഗമായിട്ടും ആ പ്രോസസ്സിൽ നമ്മൾ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ള അറിയുന്നൊരു വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രിയാമണി ഒരുപാട് നാളിന് ശേഷം വേറൊരു ശക്തമായ കഥാപാത്രമായിട്ട് ഗീത എന്നൊരു കഥാപാത്രമായിട്ട് ഇതിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു വീട്ടമ്മമാരുടെ ഒരു വൺ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് എന്ന രീതിയിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. മാറി വരുന്ന സ്ത്രീകളുടെ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ സ്ട്രോങ് ആവുന്നു, ബോൾഡ് ആകുന്നു, ഇമോഷണലി ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെക്കാളും, അതായത് ഭർത്താവിനേക്കാളും ചിലപ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസും അല്ലെങ്കിൽ സെൻസിബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളെയും നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കുന്നു. അതൊരു നല്ലൊരു ചേഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.